ഇപ്പോഴും വീട്ടിനുള്ളിൽ കരഞ്ഞിരിക്കുന്ന രണ്ടാൾ, അത് നമ്മുടെ ഉപ്പയും അമ്മയും നമ്മുടെ അച്ഛനും അമ്മയും. അവരൊന്ന് പോയി നോക്കി, അവരെത്രത്തോളം ഹാപ്പി ആയിരിക്കുമല്ലോ ഇപ്പോഴും. അവർ ചിലപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും ചീത്ത പറയുണ്ടാവും, പക്ഷെ അത് മനസ്സിൻ്റെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ടല്ല. അവരുടെ പ്രശ്നങ്ങൾ മൊത്തം ഇവിടുന്ന് കേൾക്കുന്ന മറ്റുള്ളവരുടെ സംസാരം മൊത്തം കാണുമ്പോൾ അതെല്ലാം കൂടെ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ തീർത്തു പോകുന്നതായിരിക്കും. ഇവിടെ കൊണ്ട് ലൈഫൊന്നും തീർന്നിട്ടില്ല, ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നുമില്ല. പഠിച്ചോൻ എങ്ങനെ അറിയോ? നമ്മളെ ഭയങ്കര ഇഷ്ടമാണെങ്കിലേ നമ്മളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിച്ചുകൊണ്ടിരിക്കും മക്കളെ. നമ്മുടെ കുറേ കാത്തിരിപ്പ്, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ സ്വപ്നങ്ങൾ, അതല്ലായിരുന്നു നമ്മുടെ മെയ് 3-ാം തീയതി. ആ 3-ാം തീയതി ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും പ്രാർത്ഥനയും എല്ലാം കൊണ്ട് നമ്മൾ നമ്മുടെ എക്സാമിനേഷൻ ഹാളിലേക്ക് പോയി. എല്ലാ പ്രതീക്ഷയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും കാലം കൂടെ പിടിച്ച നമ്മളെ സ്വപ്നങ്ങൾ. അങ്ങനെ 3-ാം തീയതി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കണ്ട സ്വപ്നം ആ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് നമ്മൾ കാണുകയാണ്. ഇത് ഞാൻ ഡോക്ടറായി, എന്നെക്കൊണ്ട് എന്തായാലും പറ്റും, ഏറ്റവും നല്ല പേപ്പർ കണ്ടപ്പോൾ തന്നെ ആ ഒരു ആവേശത്തിൽ നമ്മൾ നന്നായിട്ട് ആൻസർ എഴുതാൻ തുടങ്ങി. എക്സാമിനേഷൻ ഹാളിൽ മുന്നേ ഉണ്ടാവുന്ന രീതിയിൽ എൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വർഷം. വളരെ ചുരുക്കം ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, പക്ഷെ എന്നാലും ശരി, അത്യാവശ്യം എക്സാമിനോട് നീതി പുലർത്തിയ രീതിയിൽ എക്സാമിനേഴ്സും എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തപ്പോൾ നമുക്കത് നല്ല എക്സാമായി. അന്നത്തെ ദിവസം എക്സാം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന കുട്ടികളെ ഗേറ്റിന് പുറത്ത് കാത്തു നിന്ന പാരൻസിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടെ ആദ്യം തന്നെ ഗേറ്റ് തുറന്ന് ഓടി വരുന്ന മക്കളുടെ മുഖത്ത് എക്സാം എത്രത്തോളം ബെസ്റ്റ് ആയിരുന്നു എന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, സാധാരണ 2025 നീറ്റ് കഴിഞ്ഞപ്പോഴേ ആദ്യം തന്നെ ഗേറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ കൊയിലാണ്ടി ബോയ്സിൽ നിന്ന്. ആ വരവിൽ തന്നെ ക്ഷീണത്തോടു കൂടെ വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു 2026 നീറ്റ്. എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടുകൂടെ ഇറങ്ങി വന്നു. അന്നത്തെ ദിവസം വേഗം കീ നോക്കാനും ആ കീ നോക്കിയിട്ട് എൻ്റെ മാർക്ക് എന്താണെന്ന് അറിയാനുള്ള ധൃതി തന്നെയായിരുന്നു എല്ലാവർക്കും. പാരൻസിനോട് പറഞ്ഞു, ഉപ്പ നിങ്ങളുടെ കുട്ടി എന്തായാലും ഡോക്ടർ ആവട്ടോ. ഉമ്മ അടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എത്രയും കാലം കഷ്ടപ്പെട്ട വെറുതെ ആയില്ല. ഈ സന്തോഷങ്ങൾക്ക് എത്ര നേരം വരെ വാലിഡിറ്റി ഉണ്ടായിരുന്നു? നമ്മുടെ കേരളത്തിൽ ഈ എക്സാം എഴുതുന്ന 1,20,000 മുകളിലെ കുട്ടികൾ, മൊത്തത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ 22,70,000 കുട്ടികൾ, ഇവരെല്ലാവരും ഈ എക്സാം എഴുതുമ്പോൾ എത്ര പേർക്ക് അഡ്മിഷൻ ആവുന്നു? കേരളത്തിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് കോട്ട പ്രകാരം 1600 താഴെ മാത്രം സീറ്റുകൾ. ഈ എക്സാമിന് വേണ്ടി മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം 1,20,000 മുകളിൽ. അങ്ങനെ ആണെങ്കിലേ ഇതിൽ അഡ്മിഷൻ കിട്ടുന്നവരുടെ എണ്ണേ 1.5% മാത്രമല്ലേ? 100 പേര് എക്സാം എഴുതിയാൽ ഒരു കുട്ടിക്കോ 2 കുട്ടിക്കോ അല്ലേ അഡ്മിഷൻ കിട്ടുന്നത്? സന്തോഷിച്ച് ഇറങ്ങി വന്ന പല മക്കളും പിന്നീട് പേപ്പർ നോക്കിയപ്പോൾ മനസ്സിനുള്ളിൽ നോക്കണ്ടായിരുന്നു, എന്താ ഞാൻ കാണിച്ചു വെച്ചേക്കുന്നത്? ചെറിയൊരു അബദ്ധങ്ങൾ. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കുറേ മക്കളുണ്ട്. ഇന്നും എനിക്ക് വന്ന ചില ഫോൺ കോളുകളിൽ നിന്ന് കരഞ്ഞ പാരൻസ് ഉണ്ട്. എൻ്റെ കുട്ടി ഇത്രയും നേരമായിട്ട് ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഒരു ഭക്ഷണം പോലും കഴിക്കുന്നില്ല, ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തമായ രീതിയിൽ ബിഹേവ് ചെയ്യാണ്. അത്രത്തോളം ആഗ്രഹങ്ങൾ കൂട്ടിവെച്ചിട്ട്, അത്രത്തോളം ബുക്കുകളോട് മത്സരിച്ച് പഠിച്ചിട്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും ലൈഫിൽ നിന്ന് വേണ്ട എന്ന് വെച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് അവസാനം മൊമെൻറ്റിൽ എന്താ നമുക്ക് പറ്റിപ്പോയെ? നമ്മളും ആഗ്രഹിച്ചു, നമ്മളും കുറേ സ്വപ്നങ്ങൾ കണ്ടു, നമ്മുടെ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ വേണ്ട എന്നുള്ള എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഹാപ്പിനെസ്സിൻ്റെ പിന്നാലെ ഓടിയപ്പോൾ, അവരുടെ ഫ്രണ്ട്സിൻ്റെ, അവരുടെ സന്തോഷങ്ങളുടെ കൂട്ടത്തിൽ ഓടിയപ്പോൾ, അവരുടെ ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ ഓടിയപ്പോൾ നിങ്ങൾ എന്താ ചെയ്ത്? നിങ്ങൾക്കത് വല്ലതും ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഈ വർഷത്തെ പെരുന്നാൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഈ വർഷത്തെ ഓണം നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ അവസാന സമയത്ത് വിഷുവിന് പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നോ? ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് മക്കൾ കഷ്ടപ്പെട്ടല്ലേ? നിങ്ങളുടെ പാരൻസും വീട്ടിനുള്ളിലേ ഇരുന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട്. ഒരു റൂമിനുള്ളിൽ പലപ്പോഴും പല ദിവസങ്ങളിലും നമ്മൾ മാത്രം ഇരുന്ന് കരഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മുടെ ബുക്കുകളെ മാത്രം ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആരോട് പറയാൻ, ആര് കേൾക്കാമെന്ന് വരെ ചിന്തിച്ചു പോയ ചില മൊമെൻറ്റ്സും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു റിപ്പീറ്റിനല്ലേ റിപ്പീറ്റിന് ഇറങ്ങി തിരിക്കുമ്പോൾ കുറേ കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? എന്നെ കൊണ്ടൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാടാ, ഇയൊക്കെ എവിടെ എത്താനാ, ഇങ്ങനെ പറഞ്ഞ കുറേ ആളുകൾ ചുറ്റിലും ഉണ്ടായിട്ടില്ലേ? അവരോടൊക്കെ ആ വാശിയും വെച്ചിട്ട് ഞാൻ നേടും, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടെ ആയിരുന്നില്ലേ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നേ? എന്താ ഈ ഒരു സമയത്ത് തളർന്നു പോയിട്ടുണ്ടെന്നാണെങ്കിലേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ വാക്യത, ഇവിടെ കൊണ്ട് ലൈഫൊന്നും തീർന്നിട്ടില്ല, ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇവിടം കൊണ്ടൊന്നും അല്ല തീരാൻ പോകുന്നത്. ജീവിതത്തിൽ ഓരോ ആളും പറഞ്ഞിട്ടുണ്ട്, അതാണ് ലൈഫിന്റെ ടേണിംഗ് പോയിന്റ്, ഇതാണ് ലൈഫിന്റെ ടേണിംഗ് പോയിന്റ്.
സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആവുമായിരുന്നു. ശരി തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രൊഫഷൻ ഇതായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയനെ. എടാ, ഒരു ഡോക്ടറിന് മാത്രമൊന്നുമല്ല പ്രൊഫഷൻ, വേറെ കുറെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ ഉണ്ടാവും. പഠിച്ചോനെ ചിലപ്പോൾ ചില കാര്യങ്ങൾ അങ്ങ് തട്ടി മാറ്റുമ്പോഴേ വേറെ എന്തോ വലിയ നമുക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഇത് മാത്രമൊന്നുമല്ല, ഡോക്ടർ ആയതുകൊണ്ട് മാത്രം ഞാൻ എന്തോ വലിയതായിട്ട് പോകുന്നില്ല. വേറെ എത്രയോ പ്രൊഫഷൻസ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി MBBS മാത്രമല്ല, BDS ഉണ്ട്, ഹോമിയോ ഉണ്ട്, ആയുർവേദം ഉണ്ട്, വെറ്റിനറി ഉണ്ട്, ഇങ്ങനെയുള്ള കുറെ കോഴ്സുകൾ ബാക്കിയുണ്ട്. ബയോടെക്നോളജി ഉണ്ട്, ദെൻ ഫാർമസി ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട് നമ്മുടെ മുന്നിൽ. ഇനി ഇതൊന്നും കൊണ്ട് ഒരു സെക്കൻഡ് ഓപ്ഷനിൽ നമ്മൾ ഓക്കെ ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ശ്രമിക്കണോടാ. ഒരു വർഷവും കൂടെ നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ശ്രമിച്ചു നോക്കണം. അതിന് എൻ്റെ മനസ്സ് പറ്റുന്നില്ല, എന്നെ കൊണ്ടാവുന്നില്ല എന്നാണെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ എടുത്ത് പോകാൻ നമ്മൾ തയ്യാറാവണം. ഇവിടെ കൊണ്ടൊന്നും ലൈഫ് തീരൂല. നമുക്ക് ഇനി കുറെ ഓടാനുണ്ട്. ഇതല്ല നമ്മുടെ ലൈഫിന്റെ എൻഡ്. ഇത് തുടങ്ങിയിട്ടേ ഇല്ലോടാ. ഇവിടെ നിന്ന് ഇനി എത്ര ഓടാനുണ്ട് മക്കളെ. നിങ്ങൾ കണ്ടേക്കുന്ന, നിങ്ങൾ അനുഭവിച്ചേക്കുന്ന ഒരു റിപ്പീറ്റ് ലൈഫിൽ നിങ്ങൾ എടുത്തേക്കുന്ന എഫേർട്ട്, നിങ്ങളുടെ കഷ്ടപ്പാട്, ജീവിതത്തിൽ ഒരൊറ്റ കാര്യം പറയാം, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി എന്ത് വരാനാ? ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റിയാലോ അതിനെ തരണം ചെയ്യാൻ നിങ്ങളുടെ മനസ്സിപ്പോൾ പാകപ്പെട്ടിട്ടില്ലേ? അത്ര അനുഭവിച്ചിട്ടില്ലേ? അത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടില്ലേ? ഇതൊക്കെ മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട്. പഠിച്ചോനെ ഇതൊന്നും കാണാതെ പോവില്ല. ഞാൻ ഇപ്പോഴും പറയാം, കഴിഞ്ഞ വർഷം കൊണ്ട് MBBS എന്നുള്ള സ്വപ്നമൊക്കെ വിട്ടിട്ട് ഇനി എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ BDSന് പോവാം, ഞാൻ വെറ്റിനറിക്ക് പോവാം, ഇനി ഇതൊന്നുമല്ല, ഞാൻ നേഴ്സിങ്ങിന് പോവാണ്, ഈ തീരുമാനങ്ങൾ എടുത്തിട്ട് ആ തീരുമാനത്തിൽ നിന്ന് ഇടയ്ക്ക് വെച്ചിട്ട് അതല്ല എനിക്ക് MBBS മതി എന്ന് തീരുമാനം എടുത്തു വന്ന കുറേ മക്കളുണ്ടായിരുന്നു JPSൽ. ഇന്ന് അവർ ചിരിക്കുന്നത് കാണുമ്പോഴേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ചിരിയോട് കൂടുന്ന വലിയൊരു സന്തോഷമുണ്ട്. അതെന്തുകൊണ്ടാണ് അറിയോ? ആ ഒരു സന്തോഷം എന്ന് പറയുന്നതേ ഇടയ്ക്ക് ചില സങ്കടങ്ങളും തോന്നാറുണ്ട്. കുറെ കഷ്ടപ്പാടുകളിൽ നിന്ന് അവർ നേടിയെടുത്ത ഏറ്റവും വലിയൊരു വിജയം അത്. അന്ന് അവർ ആ തീരുമാനം എടുത്തിരുന്നെങ്കിലേ ഇന്ന് സന്തോഷിക്കാൻ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലായിരുന്നു. അന്ന് അവരെടുത്ത ഡിസിഷന് അത് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആണെന്ന് ഇന്ന് ആ മക്കൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നാറുണ്ട്. കാരണം ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് അത് നേടിയെടുക്കണം. ഇനി അതല്ല ഒരു സെക്കൻഡ് ഓപ്ഷനിൽ ഹാപ്പി ആവും, തൃപ്തിപ്പെടുന്നതാണെങ്കിൽ പോണം മക്കളെ, അതും എടുത്തിട്ട്. നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഓക്കെ, കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവും. അതല്ല എന്നെ കൊണ്ട് ഒരിക്കലും അതുമായിട്ട് പറ്റൂല, ഞാൻ ഇനിയും ഇറങ്ങിത്തിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടു കൂടെ വന്നോ. റിപ്പീറ്റ് ചെയ്യാനോ, റിപ്പീറ്റ് ചെയ്യാനോ, സൂപ്പർ റിപ്പീറ്റ് ചെയ്യാനോ, എന്താണെങ്കിലും ആലോചിക്കേണ്ടത് നിങ്ങൾ വന്നോ. ഈ സിറ്റുവേഷനിൽ ഞാനിത് പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാൽ പോലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഇനി വീട്ടിനുള്ളിൽ കരഞ്ഞിരിക്കേണ്ട ആളുകളല്ല നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും. എന്തിനാടാ ഈ പോയത്? 2 കൊല്ലം എന്നോട് പോകുമ്പോൾ പറഞ്ഞല്ലേ, വേണ്ടായിരുന്നല്ലോ. കുടുംബത്തിലുണ്ടാവും പറയാം. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന 2 ആളുണ്ട് കേട്ടോ. ഇപ്പോഴും വീട്ടിനുള്ളിൽ കരഞ്ഞിരിക്കുന്ന 2 ആൾ. അത് നമ്മുടെ ഉപ്പയും ഉമ്മയും, നമ്മുടെ അച്ഛനും അമ്മയും. അവരൊന്ന് പോയി നോക്കി, അവരെത്രത്തോളം ഹാപ്പി ആയിരിക്കില്ല ഇപ്പോഴും. അവർ ചിലപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും ചീത്ത പറയുണ്ടാവും. പക്ഷെ അത് മനസ്സിൻ്റെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ടല്ല. അവരുടെ പ്രശ്നങ്ങൾ മൊത്തം ഇവിടുന്ന് കേൾക്കുന്ന മറ്റുള്ളവരുടെ സംസാരം മൊത്തം കാണുമ്പോൾ അതെല്ലാം കൂടെ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ തീർത്തു പോകുന്നതായിരിക്കും. നിങ്ങൾ ഹോസ്റ്റലായിരുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ, നിങ്ങൾക്ക് അത് തരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് നല്ലൊരു ഭക്ഷണം പോലും ഉണ്ടാക്കാതെ വീട്ടിനുള്ളിൽ ഇരുന്ന ആൾക്കാരാ നമ്മുടെ ഉമ്മമാര്. അപ്പോഴേ അവർക്കിപ്പോഴും സമാധാനവും സ്വസ്ഥതയൊന്നും ഇല്ല. അവരിപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും വീട്ടിനുള്ളിൽ റൂമിനുള്ളിൽ അടച്ചിട്ടിരിക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ. ഒരു കാര്യം മാത്രം പറയാം, ഇപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ അവനെ കൊണ്ടൊന്ന് നിങ്ങൾ ജീവിച്ച് കഷ്ടപ്പാടുണ്ടല്ലോ, നിങ്ങൾ ജീവിച്ച ആ ഹോസ്റ്റൽ ലൈഫ് ഉണ്ടല്ലോ, ഒരു 2 ദിവസം 3 ദിവസം അവനോട് വന്ന് നിൽക്കാൻ പറ. ഒരുത്തരും പറ്റൂല. അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ. അത്രത്തോളം ലൈഫിൽ പലതിനോട് നോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ. പോട്ടെ, ഒരു 10 ദിവസം ആ പറയുന്നവനോട് വിളിച്ചു നിർത്തിയിട്ട് പറയാ, ഒരു 10 ദിവസം ഇങ്ങടെ ഫോണൊന്ന് മാറ്റി വെച്ചേന്ന്. പറ്റൂല അവനെ കൊണ്ടൊന്നും. എന്നിട്ട് എന്തോ പറയാനാ? സോഷ്യൽ മീഡിയയിലെ സന്തോഷങ്ങളും ഫാമിലിക്കിടയിലും ഫ്രണ്ട്സിനിടയിലുള്ള സന്തോഷങ്ങളും ഈ കാര്യങ്ങളും ബാക്കിയുള്ള നാട്ടിലെ എല്ലാ ആഘോഷങ്ങളും ആഘോഷിച്ച് ജീവിക്കുന്നവനോടെ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാലൊന്നും അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവനൊക്കെ. അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞോട്ടാ. അവർ നമ്മൾ എന്തിനു വാല്യൂ കൊടുക്കണം? അവർ പറയുന്നത് കേട്ട് നമ്മൾ മുന്നോട്ട് പോകാനാണെങ്കിൽ നമ്മൾ തോറ്റുപോയവരാ. ജീവിതത്തിലെ ഇത്ര അടിപൊളിയായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുത്ത നിങ്ങളെ ലൈഫിൽ പതറേണ്ട കുട്ടികളല്ല. ഇനിയും മുന്നോട്ടേക്ക് ഓടാനുള്ള സർവ്വ ശക്തി എടുത്തുകൊണ്ട് ഓടാൻ തയ്യാറാവണം. നിങ്ങളെപ്പോലെ തളർന്നു പോയ ഓരോ ആളുകളും ഓടാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. ആ ഓടിയ ആളുകൾ ഇന്ന് അവരുടെ ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ട്. പഠിച്ചോൻ എങ്ങനെ അറിയാം? നമ്മളെ ഭയങ്കര ഇഷ്ടമാണെങ്കിലേ നമ്മളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ, നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഓടാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരും. നമുക്കിങ്ങനെ തോന്നും അതെൻ്റെ അടുത്തെത്തി, എനിക്ക് കിട്ടിയെന്ന്. നമ്മൾ ഓടി അങ്ങോട്ട് എത്താൻ തോന്നുമ്പോൾ അതാ ഈ മെയ് 3-ാം തീയതി എക്സാമിനേഷൻ ഹാളിൽ വെച്ചിട്ട് കണ്ടത്. വീണ്ടും നമ്മൾ ഓടി അടുത്തെത്തുമ്പോഴേ തട്ടി അങ്ങോട്ട് മാറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും വിചാരിക്കും, അയ്യോ ഞാൻ അത്രയും ഓടിക്കൊണ്ടിരുന്നല്ലോ, എൻ്റെ അടുത്തെത്തിയല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ. അവിടെ വെച്ചിട്ട് പാതിയിലധികം ആളുകളും തിരിഞ്ഞോടും, ഇനി പറ്റൂലെന്ന്. പക്ഷെ അപ്പോഴും ഓടുന്നവരുണ്ടാവും.
രണ്ടാമത് ഓടി അങ്ങ് അടുത്തെത്താനാവുമ്പോഴേ എൻ്റെ മൂപ്പരങ്ങ് തട്ടി മാറ്റും. അവസാനം മൂന്നാമത്തെ തവണയും ചിലപ്പോൾ ഓടുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതിൽ നമ്മളുണ്ടെന്നാണെങ്കിലേ അവസാനം ആ ഓട്ടത്തിനിടയിൽ കുറേ തളർന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിൽ നമ്മളങ്ങടെ എത്തുന്ന മൊമെൻ്റ് ഉണ്ടല്ലോ, നമുക്ക് അന്ന് മനസ്സിലാവും MBBSൻ്റെ വാല്യൂ എന്താണ്. നിങ്ങൾ ഡോക്ടർ ആവുമ്പോഴേ അതിൻ്റെ വില എന്താണെന്ന് അപ്പോഴേ മനസ്സിലാവും. ഒരു കാര്യം ചിന്തിച്ച് നോക്കിയേ, നാളെ രാത്രി ഉറക്കമില്ലാതെ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പേഷ്യൻസ് ഉണ്ട്. അവർക്ക് നിങ്ങൾ പടച്ചോന് തുല്യമായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അങ്ങനെ നിങ്ങളുടെ കൈകൾ നാളെ മറ്റുള്ളവരുടെ ജീവൻ തിരിച്ചു കൊടുക്കണമെന്നാണെങ്കിൽ പടച്ചോൻ അതിനു പറ്റിയ ആൾക്കാരെ സെലക്ട് ചെയ്യും. നമ്മളെ തട്ടി മാറ്റിയിട്ടുണ്ടെങ്കിലേ നമ്മൾ കൊള്ളരുതാത്തവരാന്നല്ല, പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യാനുണ്ട്. ജീവിതത്തിൽ എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മളൊരാളുടെ മരണം കണ്ടാൽ പോലും അടുത്ത പേഷ്യൻറ്റിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. നാളത്തെ വൈറ്റ് കോട്ട് സ്റ്റെത്തു ആഗ്രഹിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, കരഞ്ഞിരിക്കേണ്ട ആളുകളല്ല, ഇറങ്ങാൻ നോക്ക്. റൂമിനുള്ളിൽ അടച്ചിട്ടിരിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്ക്. പാരൻസിൻ്റെ കണ്ണീരൊപ്പാൻ നോക്ക്. ഹാപ്പി ആയിട്ട് നമുക്ക് എന്താണോ ഈ ഒരു വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത്, ആ ഒരു വർഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഹാപ്പി ആയിട്ട് ചെയ്യാൻ നോക്ക്. ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നോക്ക്. എന്തൊക്കെയാണോ സിനിമ കാണാൻ വിട്ടുപോയത് ആ സിനിമയ്ക്ക് പോയിട്ട് കാണാൻ നോക്ക്. എവിടേക്കാണോ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാതെ പോയത് എല്ലായിടത്തിലും പോകാൻ നോക്ക്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടാൻ നോക്ക്. എന്നിട്ടേ കുറച്ച് ദിവസം കൊണ്ട് മനസ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്താണ് ഞാൻ എടുക്കുന്ന ഡിസിഷൻ, ഇപ്പോഴേ പക്വത ഇല്ലാത്തൊരു മനസ്സാകുമ്പോഴത് എൻ്റെ ഉള്ളിലേ എടുക്കുന്ന തീരുമാനം ഒന്നും ശരിയാവില്ല. ആ മനസ്സിലൊന്നും തീരുമാനം എടുക്കാൻ നിൽക്കണ്ട. പക്വതയോടുകൂടെ ആലോചിച്ച് നല്ല തീരുമാനത്തിലെത്ത്. അന്ന് നമുക്ക് അടുത്തൊരു വർഷം നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ട് എന്നോട് കമൻറ്റിൽ പറയണം, സാറേ ഞങ്ങൾ ക്രാക്ക് ചെയ്ത്. അപ്പം എനിക്ക് മക്കളോട് പറയാനുള്ളത്, ലൈഫ് ഒന്നും എവിടെയും തീർന്നിട്ടില്ല. നല്ല മക്കളായിട്ട് ഓടാൻ നോക്ക്. ജീവിതത്തിൽ ഇനിയും കുറേ മുന്നോട്ടേക്ക് വലിയ ആളായിട്ട് മാറണം കേട്ടോ. കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു.